ഹിന്ദുക്കൾക്കുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പരസ്പരം സഹായം വളരെ കുറവാണ്. അത് പിന്നെയും ഉള്ളത് ഈഴവ സമുദായത്തിലാണ്. കുറച്ചെങ്കിലും ആത്മാർത്ഥത കുടുംബത്തോടും കൂട്ടുകാരോടും നാട്ടുകാരോടും ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ പല ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒത്തിരി ഹെൽപ്പുകൾ, സഹജീവി സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. ബാക്കി ഹിന്ദുക്കളിലുള്ള വിഭാഗങ്ങൾ ഞാനത് പേരെടുത്ത് പറയുന്നില്ല. പിന്നെയും അതിനകത്ത് ആത്മാർത്ഥത കാണിക്കാറുള്ളത് പിന്നോക്ക സമുദായം എന്ന് പറയുന്ന വിഭാഗങ്ങളിലുള്ള ആൾക്കാരാണ്. മുന്തിയ സമുദായക്കാരെന്ന് പറയുന്ന അഹങ്കരിക്കുന്ന കുറേ ആൾക്കാരാണ്. അവർക്ക് പരസ്പര കുടുംബസ്നേഹം പോലും ഇല്ലെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും അത് എത്രത്തോളം സത്യസന്ധമാണെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമ്മളൊരിക്കലും ചെറുപ്പം തുടങ്ങി മതം പഠിക്കുന്നില്ല. അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുമില്ല. നിൻ്റെ കൂട്ടത്തിൽ നിൻ്റെ മതസ്നേഹിയെ, നിൻ്റെ മതത്തിലുള്ള ആളെ നീ എന്ത് കണ്ണടച്ചും സഹായിക്കണം. അവൻ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ നീ അവൻ്റെ കടയിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കാവുള്ളൂ. അവൻ്റെ വളർച്ചയായിരിക്കണം നിൻ്റെ വളർച്ച. ലോകത്തെവിടെയും അവൻ നമ്മുടെ മതക്കാരുണ്ടോ അവർ മാത്രം സ്നേഹിക്കുക. വേറെ ഏതൊക്കെ മതങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ ലോകത്തുണ്ടെങ്കിലും നമുക്ക് വിഷയമല്ല. ലോകത്തുള്ള എല്ലാ മതങ്ങളിലും നോക്കുമ്പോൾ നമ്മുടെ മതക്കാർ എവിടെയൊക്കെ ഉണ്ടോ അത് നമ്മുടെ ശത്രുരാജ്യത്തായാൽ പോലും നമ്മൾ അവരെ, ആ മതക്കാരെ മാത്രം സ്നേഹിക്കുക, ആ രാജ്യങ്ങളെ സ്നേഹിക്കരുത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ നമ്മളാരും ഇല്ലായിരുന്നു. നമുക്കത് വേണ്ടതാണ്. അതൊന്നും കൊണ്ട് ഈ ലോകത്തൊന്നും നേടാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മൾ ഇത്രയും കൈവരിച്ചിരിക്കുന്ന വളർച്ച പോലും നമ്മൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കണമുണ്ടും നമ്മൾ മാത്രമേ ഉണ്ടെന്ന് എന്നുള്ള ചിന്ത കൊണ്ട് കൂടിയാണ്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് കിട്ടിയ മതപഠനം ഇല്ലാത്ത ഒരു കാലഘട്ടം, കുട്ടിക്കാലം ഉൾപ്പെടെയുള്ളൊരു കാലഘട്ടം, നമ്മളെന്നുള്ള വ്യക്തിയെ വളരെ വലിയ നിലയിലെത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശാസ്ത്ര വിഭാഗത്തിലായാലും മറ്റ് കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജോലികൾ, ഹൈ ലെവലിലുള്ള മറ്റ് ജോലികൾ, ഡോക്ടറായാലും എൻജിനീയർ ആയാലും ഈ ലെവലിലുള്ള മറ്റ് ജോലികളിൽ പോലും ഏറ്റവും ഉയർന്ന പൊസിഷൻ എല്ലാവർക്കും എത്താൻ പറ്റിയിട്ടുണ്ടായാലും അതിന് കുറേ കാരണങ്ങളുണ്ട്. ഭക്ഷണം, പാർപ്പിടം, സൗകര്യങ്ങൾ, ഇതെല്ലാം ഉണ്ട്. പക്ഷേ കിട്ടിയ ആൾക്കാർ സ്വതന്ത്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെ ഒത്തിരി വലിയ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം സത്യമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളെ അവനൊരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അവനും എൻ്റെ കൂട്ടത്തിലുള്ള ആളാണ്, എൻ്റെ സമുദായമാണെന്ന് തന്നെ വിചാരിക്കണം. മറ്റുള്ളവർക്ക് അങ്ങനെ വിചാരിക്കുന്നത് നമുക്ക് വിചാരിക്കണം, കുഴപ്പമില്ല. നമ്മളാരും ഉപദ്രവിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അവൻ്റെ വളർച്ചയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എന്താ പറയുക, അവൻ ഒരു ലോക തല്ലിപ്പൊളി ആണ്, അത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുത്തിനും കൂടിയാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കി വിടുക. അങ്ങനെയുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊന്നും ഈ ഭൂമിയിൽ ചിലപ്പോൾ അർഹിക്കുന്നുണ്ടായില്ല നമ്മളെപ്പോലെ ആൾക്കാരുടെ സ്നേഹവും കരുതലും. അങ്ങനെയുള്ളവർ വിടുക, ബാക്കിയുള്ളവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് ഊർജ്ജസ്വലതയോടുകൂടി തന്നെ എല്ലാവരും ചെയ്യുക. നമ്മുടെ കൂടെയുള്ള ആര് രക്ഷപ്പെട്ടാലും നമ്മുടെയും കൂടി രക്ഷപ്പെടലാണ്. പിന്നെ അതിൻ്റെ മറ്റൊരു വശം കൂടിയുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് ഒരാളെ രക്ഷപ്പെടുത്തുമ്പോൾ ആ രക്ഷപ്പെട്ട് പോകുന്ന ആൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ നിങ്ങളോട് എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത്, സമൂഹം നിങ്ങളെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു, അതേ സപ്പോർട്ട് നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങളും നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരോട് കാണിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കാര്യം.